ഇടുക്കിയിലേക്കാണ്. ഇടുക്കി തൊടുപുഴയിലെ ബിജു ജോസഫിനെ കൊലപ്പെടുത്താൻ പ്രതികൾ മുമ്പും 3 തവണ കൊട്ടേഷൻ നൽകിയ അയൽവാസിയുടെ നിർണായക വെളിപ്പെടുത്തൽ. കൊച്ചിയിലെ ഗുണ്ടാത്തലവന് നൽകിയ കൊട്ടേഷൻ പാളിയതോടെയാണ് കാപ്പ കേസ് പ്രതിയെ സമീപിച്ചതെന്നും അയൽവാസിയെ പ്രക്ഷോഭ് പറയുന്നു. കൊല്ലപ്പെട്ട ബിജു ജോസഫിന്റെ സംസ്കാരം ഉച്ചയ്ക്ക് നടക്കും. കച്ചവട പങ്കാളിയായ ബിജു ജോസഫിനെ കൊലപ്പെടുത്താൻ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ജോമോൻ കൊട്ടേഷൻ സംഘത്തിന്റെ സഹായം തേടി. കൊച്ചിയിലെ ഗുണ്ടാത്തലവനാണ് ആദ്യം കൊട്ടേഷൻ നൽകിയത്. എന്നാൽ ഇയാൾ കൊല്ലപ്പെട്ട ബിജുവിന്റെ കുടുംബത്തെ അപായപ്പെടുത്താൻ പദ്ധതിയിട്ടു. ഇതാണ് ജോമോനെ ആദ്യം പിന്തിരിപ്പിച്ചതെന്ന് പ്രദേശവാസി പ്രക്ഷോഭ്. 3 കൊട്ടേഷൻ കൊടുത്തു എന്നുള്ള രൂപത്തിലാണ് ജോമോൻ പറയുന്നത്. ഈ കണ്ടെയ്നർ സാബ് വീട് ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്. അപ്പോൾ വീട് ആക്രമിക്കുന്നതിനോട് ജോമോന് താല്പര്യമില്ല. അങ്ങനെ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ ആ വീട്ടിൽ എന്നുള്ള രൂപത്തിൽ പറഞ്ഞുകൊണ്ടാണ് പിടിച്ച് വണ്ടിയെ കയറ്റി കൊണ്ടുപോകുന്ന സമയത്ത് ഇയാൾ നിലവിളിച്ചപ്പോൾ കഴുത്തി ചവിട്ടി പിടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കലയന്താനി എന്ന് പറയുന്ന സ്ഥലം വരെ കോലാനിയിൽ നിന്ന് പോകുമ്പോൾ അത്രയും ദൂരം ചവിട്ടി പിടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് മരണം ഉണ്ടായിരിക്കുന്നത്. 3 പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ നീക്കം. ബിജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ ജോമോനും സംഘവും ഉപയോഗിച്ച വാനും ബിജുവിന്റെ ഇരുചക്ര വാഹനവും കണ്ടെടുത്തിട്ടുണ്ട്. 4 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയത്. എറണാകുളത്ത് കാപ്പ ചുമത്തി റിമാൻഡിലുള്ള 2ാം പ്രതി ആഷിഖിന് വേണ്ടി പ്രൊഡക്ഷൻ വാറന്റും ഹാജരാക്കിയിട്ടുണ്ട്. 24 ഇടുക്കി.